ഉണ്ണിക്കണ്ണനും കുഴിമന്തിയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേസ്. ഉണ്ണിക്കണ്ണനും കുഴിമന്തിയും സംഭവം അത്രയേ ഉള്ളൂ, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. വിഷു ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിമന്തിക്കട, കുഴിമന്തി മാത്രമല്ല അവിടെ ഉള്ളത് ചിക്കൻ്റെ ഐറ്റംസും അറേബ്യൻ സ്റ്റൈൽ ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കുഴിമന്തി സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വിഷു ആശംസ ഇട്ട് കേസ്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ, ഒരു ഫോട്ടോ സാധനം ഇങ്ങനെയാണ്, ഹാപ്പി വിഷു എന്നുള്ള രീതിയിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ കുഴിമന്തി നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അത് കൃഷ്ണൻ്റെ ചെറിയ കുട്ടിയായിട്ടുള്ള ആ ഒരു രൂപമുണ്ടല്ലോ, ആ ഒരു സംഗതിയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയറായിപ്പോയി, വലിയ രീതിയിൽ തെറിവിളി തുടങ്ങി. ഹിന്ദുക്കളുടെ ദൈവമാണ് കൃഷ്ണൻ, ഹിന്ദുക്കളുടെ ദൈവമായ കൃഷ്ണൻ നോൺ വെജ് കഴിക്കുന്ന രീതിയിൽ ഒരു മുസ്ലിം ആൾ അങ്ങനൊരു വിഷു ആശംസ പറഞ്ഞിട്ട് മതത്തെ കളിയാക്കാൻ വേണ്ടി ഹിന്ദു ദൈവത്തെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ സംഗതി ചെയ്തു. ഹിന്ദു ദൈവങ്ങളെ മൊത്തം, ഹിന്ദു മതത്തെ, ഹിന്ദു വികാരത്തെ മൊത്തം വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പ് കേസായി. മൂപ്പര് സോറി പറഞ്ഞ് മൂപ്പരെ അറസ്റ്റ് ചെയ്ത്. ഇതാണ് സംഗതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2-3 രീതിയിൽ ഇക്കാര്യത്തിൽ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. ഞാനിത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് സംസാരിക്കുന്നതല്ല, പോയിന്റുകളൊന്നും. അപ്പോൾ ഒരു ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗതി എന്താ വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനൊരു സാധനം വിഷു ആശംസകമായിട്ട് ഇടാനുള്ളൊരു കാരണം? ഒന്നാമത്തെ ഒരു വൈറലാവുക എന്നുള്ളൊരു സാധനമാണ് കേസ് എനിക്ക് തോന്നുന്നത്. അതായത് ഹിന്ദു ദൈവങ്ങൾ നോൺ വെജിനെതിരാണ് എന്നൊരു സാധനം ഉണ്ടല്ലോ അവിടെ. അതേപോലെ ഹിന്ദു ദൈവങ്ങളെ, ഒരു മതത്തിൻ്റെ സിമ്പിൾസ് ദൈവങ്ങളെന്ന് ഉപയോഗിച്ച് ഇമാതിരി പരിപാടികൾ ചെയ്യാൻ പാടില്ല എന്നൊരു സംഗതിയുണ്ട്. ഈ മതം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായൊരു സംഗതിയാണ്. അത് ആരെങ്കിലും ഒരാൾ മതവികാരത്തെ വ്രണപ്പെടുത്തി പറഞ്ഞിട്ട് സംഗതി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിയും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഴിമന്തി കഴിക്കുന്ന കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു ഇമേജൊക്കെ കൊണ്ടുവരുമ്പോൾ അത് വലിയ വിഷയമാണ് കേസ്. അപ്പോൾ ഇത് ഒരു മുസ്ലിം നാമധാരി ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം, ഇത് മതവികാരത്തെ വ്രണപ്പെടുത്താനുള്ളൊരു സംഗതി, ഇത് ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു സാധനമൊക്കെ പോകുന്നത് ഗൈസ്. അപ്പം എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇതിൽ പലരും പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ഹിന്ദു പന്നി തിന്നുന്ന ദൈവം, ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അങ്ങനെ ഒരു രീതിയിൽ ഇടുകയാണെങ്കിൽ എങ്ങനെയാണ് തോന്നുന്നുണ്ടായിരിക്കുക? നിങ്ങൾ കൈ വെട്ടൂലേ, കാല് വെട്ടൂലേ എന്നൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ എനിക്കിതിലൊന്നും അഭിപ്രായമില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് നബിയെ ചിത്രീകരിക്കാൻ പോലും പാടില്ല എന്ന്, ദൈവത്തെ അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല, എന്ന് കേട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിവിടെ ചിലർ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കാര്യമായി ഉറ്റുനോക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം, പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ. ഇവിടെ വർഗീയത, പൊളിറ്റിക്സ് ഈ ഒരു സാധനമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് എപ്പോഴും കൂടുതൽ താല്പര്യമുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഗതി. പിന്നെ കുൽസിതം, ഇങ്ങനൊരു സാധനമൊക്കെ ആണല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ വിഷു ആശംസ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചെയ്ത ഒരു സംഭവം, ഒന്നല്ലെങ്കിൽ മൂപ്പര് വൈറലാവാൻ വേണ്ടി ചെയ്തൊരു സാധനം. അത് വൈറലാവുക എന്ന് മാത്രമല്ല, അത് വലിയ രീതിയിൽ ഭീഷണികൾ മൂപ്പർക്ക് വരാൻ തുടങ്ങി. മൂപ്പര് ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി, ഫോൺ ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. എന്തായാലും കേസായി മൂപ്പര് അറസ്റ്റ് ചെയ്ത്. പിന്നെ മൂപ്പര് സോറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേസ്. അത് ഒട്ടും ജെനുവിൻ അല്ലാത്തൊരു സോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ കാരണം റീസൺ നമ്പർ 1, മൂപ്പര് പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ചെയ്തതല്ല, വേറൊരാൾ ചെയ്തതാണ് എന്ന് വെച്ചാൽ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്, വേറൊരാൾ ചെയ്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. എന്താണ് അങ്ങനെ വന്നിട്ട് വേറൊരാൾ വന്നിട്ട് ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യണം ചെയ്തത്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അത് പിൻവലിക്കുന്നു, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വിഷു ആശംസ പറഞ്ഞിട്ട് ഒരു സംഗതി മൂപ്പര് ചെയ്തിട്ടുണ്ട്. അത് മാന്യമായ ഒന്നാണ്, സോ കോൾഡ് മാന്യമായ ഒന്നാണെന്നാണ് പൊതുവെ സമൂഹത്തിൽ പറഞ്ഞത്. രണ്ടാമതിട്ടൊരു പോസ്റ്റ്. അപ്പോൾ ആദ്യത്തെട്ടായി കൃഷ്ണൻ മന്തിയിലേക്ക് നോക്കി ഇരിക്കുന്ന, മന്ദിരടുത്തിരിക്കുന്ന കുഞ്ഞിക്കൃഷ്ണൻ ഉണ്ടല്ലോ, ആ ഒരു സംഗതി മൂപ്പര് തിരിച്ച് എടുത്തു. അതെങ്ങനെയാണ് വേറൊരാൾക്ക് ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ സാധനം പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് ഉണ്ടാക്കിയ ഒരാൾക്കായില്ലേ പണി. അത് ശരി. അപ്പോൾ ഇയാൾ ഒരാളെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, ആളുണ്ടാക്കിയതിന് ശേഷം ഇയാൾക്ക് അയച്ചു കൊടുത്തു, ഇയാളത് സ്ക്രൂട്ടിനി ചെയ്തിട്ടല്ലേ പോസ്റ്റ് ചെയ്യണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇയാൾ പറഞ്ഞ് പച്ചക്കള്ളാണെന്ന് മനസ്സിലാവുന്നത് ഗൈസ്. അതൊന്ന് ഊരാനുള്ളൊരു പരിപാടിയായിട്ട് ഒന്ന്.
രണ്ടാമത്തെ കാര്യം മൂപ്പര് പറഞ്ഞു, ഇത് ചില ആളുകളെ ഇതര സംസ്ഥാനം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. ഇതര സംസ്ഥാനം, കേരളത്തിലുള്ള ആളുകൾക്ക് എല്ലാവരുടെയും മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ട് പൊതുവേ. ഓക്കെ, പല അത് ഇതര സംസ്ഥാനത്തുള്ള ആളുകൾക്ക് അത്ര ഇത് ചെറിയ വിഷമമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇതര സംസ്ഥാനം എന്നല്ല, പൊതുവേ ഹിന്ദുക്കളായ ആളുകൾക്ക്, ഹിന്ദുക്കൾ എന്നല്ല, പൊതുവേ എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അതിപ്പോൾ ഏത് മതമൊന്നുമില്ല, ഇത് ഭയങ്കര വിഷയമാണ്. പിന്നെ അവർ പറഞ്ഞു ചെറിയ രീതിയിൽ വിഷമമായി എന്ന് അറിഞ്ഞു. ചെറിയ രീതിയിൽ വിഷമാവുകയെ വിഷമം മാത്രമല്ല കേസ്, ഇത് ഈ ഒരു സംഗതി എന്താ വെച്ചാൽ ഇത് തീവ്രവാദപരമായ ഒരു സംഗതിയായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. ചില ആളുകൾ അയാൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ, ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനൊരു സാധനമാണ് ഇവർക്ക് വേണ്ടത്. ഇവിടെ വർഗീയത എന്താ പറയുക വെച്ച് കളിക്കാനുള്ള ശ്രമം ചില ആളുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് മനഃപൂർവ്വം ഇത് ചെയ്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പൊതുവെ ആളുകളും ഒരു 90% കൂടുതൽ, അല്ലെങ്കിൽ വലിയൊരു ശതമാനമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, വലിയൊരു ശതമാനത്തിൽ കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്ന അങ്ങനെയാണ് കേസ്. ഇതിൽ വേറെ കുറേ ഫണ്ട് വാങ്ങിയിട്ടുള്ള ഒരു കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ആളുകൾ പറയുന്നതാണ്. ഫണ്ട് വാങ്ങിയിട്ടുള്ള ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു സംഭവം, വർഗീയത തുപ്പണ ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു സംഭവം. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയൊക്കെ ഇല്ലേ കേസ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ വേറൊരു രീതിയിലൊക്കെയാണ് ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ BJP BJP എന്നല്ല RSS അല്ലെങ്കിൽ മതത്തിലെ അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ലെവലിലുള്ള ഹിന്ദുത്വവാദികളൊക്കെ വലിയ രീതിയിലൊക്കെ ഇത് ആളെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേസ്. അതങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നു. എന്തായാലും മൂപ്പരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ്, എനിക്ക് പറയാനുള്ളൊരു സംഭവം, ഇവിടെ ഇപ്പോൾ ചില ഐക്കണുകളെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇപ്പോൾ വേറെ കാര്യമുണ്ട്, ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചാലും വലിയ പ്രശ്നമില്ല, ഹിന്ദു മതത്തെ വ്രണപ്പെടുത്തിയാലും വലിയ പ്രശ്നമില്ല. മറിച്ച് മുസ്ലിം മതത്തിനെ, ക്രിസ്ത്യൻ മതത്തിനെയൊക്കെ നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കിയും, ക്രിസ്ത്യൻ മതത്തിന് പിന്നെ പറഞ്ഞാൽ ആളുകൾ വലിയ രീതിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല, പക്ഷേ മുസ്ലിം മതത്തിന് പറഞ്ഞു നോക്കിയും വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നു, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ ക്രോഡീകരിച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ മനുഷ്യരെ കാണുന്നത്, അപ്പോൾ എല്ലാ ആളുകൾക്കും അവരുടേതായ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു മതത്തിലുള്ള ഒരാൾക്ക് അയാളുടെ മതം എത്രത്തോളം പ്രധാനപ്പെട്ടാണ്, അതേപോലെ തന്നെ മറ്റു മതങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അതായത് മുസ്ലിം മതത്തിലുള്ള ആളുകൾക്ക് അവരുടേതായ മതപരമായ കാര്യങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഐക്കൺസ്, റിലീജിയസ് ഐക്കൺസ് ഇല്ലേ, അപ്പോൾ അവരോടൊക്കെ എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടോ, അതേപോലെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളെയും രീതികളെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ എപ്പോഴും ഈ അവകാശങ്ങളെക്കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം, അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ പലപ്പോഴും സംസാരിക്കുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, മൂല്യബോധത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നില്ല. ഇതൊരു കാര്യം. ചില ആളുകൾ എന്ന് വെച്ചാൽ അയാൾക്കത് അറിയാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ. നിയമത്തിൻ്റെ ഇതിൽ അറിയാത്ത എന്നൊരു സംഗതിയില്ല. നിയമം അറിയില്ലെങ്കിൽ അത് എന്താ പറയുക, അതൊരു തെറ്റായിട്ട് തന്നെയാണ് നിയമം എടുക്കുന്ന കേസ്. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ മൂപ്പർക്ക് അതൊന്നും വെച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു സംഗതി. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, പൊതുവേ വർഗീയപരമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അറിയില്ലേ, ലവ് ജിഹാദ് അല്ല, ഇത് ലവ് ജിഹാദായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പറഞ്ഞു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഒരു കൺവേർഷൻ്റെ ഒരു രീതിയിലുള്ള ഒരു സംഭവം, അതായത് ഇപ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്തൊക്കെയൊരു താങ്ങിപ്പിടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നടക്കുന്നത്, അതേ ലൈനിക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ, ഭയങ്കരമായിട്ട് വർഗീയവാദികളായ ആളുകൾ, എക്സ്ട്രീമിസ്റ്റ് ലെവലിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയും കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവർക്ക് അവരുടേതായ ശരികളും തെറ്റുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇത് ശരി ഇത് തെറ്റ് എന്ന് പറയുകയല്ലാണ്ട് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും പറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് നിയമത്തിൻ്റെതായ രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റേതായ ഒരു സംഗതി, മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു വഴി. ഇപ്പോൾ ഞാനിപ്പോൾ നിരീശ്വരവാദിയാണ് വിചാരിക്കുക. നിരീശ്വരവാദിയായ ഒരാൾ അമ്പലത്തിൽ പോകുന്ന ആളുകളെ കളിയാക്കേണ്ടതില്ല. കാരണം എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ. അപ്പം ഞാൻ ആ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ ബഹുമാനിക്കുക എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ്, ധാർമ്മിക ബോധം എനിക്കുണ്ടാവുക എന്നുള്ളതാണ് ഒരു സോഷ്യൽ ആനിമൽ, സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു മിനിമം ഒരു
ഒരു സംഗതി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലൊരു എന്താ പറയുക, ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞു വരുന്ന സംഗതി മനഃപൂർവ്വം ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മുസ്ലിം ഹിന്ദുവിനോട് ചെയ്താലും ഹിന്ദു മുസ്ലിമിനോട് ചെയ്താലും ക്രിസ്ത്യൻ മുസ്ലിമിനോട് ചെയ്താലും ക്രിസ്ത്യൻ ഹിന്ദുവിനോട് ചെയ്താലും ആരോട് ചെയ്താലും മനുഷ്യരുടെ മതപരമായ അവരുടേതായിട്ടുള്ള രീതികളെ വിശ്വാസങ്ങളെ ഒക്കെ ബഹുമാനിക്കേണ്ടതായ ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട് എന്ന നോട്ടിലാണ് ഞാനിത് ഈ വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുന്നത് കേസ്. എന്തായാലും ആൾ ചെയ്തത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. ആൾ എന്തായാലും വളരെ നിഷ്കളങ്കമായി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. എന്തായാലും ഒരുപക്ഷെ ഇത്ര വലിയ വിഷയമാവെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഒരു സംഭവം ഒരാളുടെ കൈ വെട്ടിയുള്ളൊരു സംഗതി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. അപ്പോൾ ഇവിടെ പൊതുവെ എന്താ വെച്ചാൽ ഹിന്ദു മതം സംരക്ഷിക്കപ്പെടണം, ഹിന്ദു മതത്തിന് ഒരുപാട് ഭീഷണികളുണ്ട്, ഇന്ന മതസ്ഥർ ഹിന്ദു മതത്തിനെ നശിപ്പിക്കാൻ നോക്കുന്നു, ഹിന്ദു മതത്തിലുള്ള ആളുകളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഗതികൾ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച വിഷയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മതത്തിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയുള്ള കുറേ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സംഗതി വലിയ ഭീഷണി തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഒരു ഹോട്ടൽ മാത്രമല്ല, ഇപ്പോൾ ചേർത്തലയിലെ ഈ മന്തിക്കട ഈ ഹോട്ടൽ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള നോൺ വെജ് കഴിക്കുന്ന കൃഷ്ണൻ എന്നുള്ള രീതിയിൽ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേസ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് നിയമപരമായ ബുദ്ധിമുട്ടുകളും നിയമപരമായ കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ലൈഫിലൊക്കെ അവർക്ക് ഇങ്ങനെയുള്ള വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ മൂപ്പര് ഇതിൻ്റെ ഓണർ പറയുന്ന ഒരു സംഭവമുണ്ട്, സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നു, സൈബർ അറ്റാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇയാളുടെ കാര്യം മാത്രം പറയില്ല, ഇയാൾ ചെയ്തത് എന്താണോ എന്നുള്ളൊരു സംഗതി കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എത്ര ആളുകളെ വിഷമിച്ചിട്ടുണ്ടാവും. ഇത് നമ്മളറിയാലോ, നമ്മൾ ചിലപ്പോൾ നമുക്ക് നിസാരം തോന്നുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെ സെൽഫിഷായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ ഒരു കൂട്ടം സമൂഹത്തിനൊക്കെ വളരെ വലിയ രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ടാവും ഗൈസ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ സംഭവം വെച്ചാൽ പലപ്പോഴും ഞാൻ ആലോചിച്ച് എല്ലാ മനുഷ്യരും വളരെ സന്തോഷത്തോടുകൂടി സഹകരണത്തോടുകൂടി വളരെ പ്യുവറായ ഇൻറ്റൻഷൻസ് വെച്ച് ജീവിക്കുന്നു എന്ന് ഒരിക്കലല്ല കേസ്. ഇവരൊക്കെയുള്ളിൽ ഈ ഗൂഢോദ്ദേശങ്ങളും പൊട്ടിത്തെറിക്കാനുള്ള രീതിയിലുള്ള ഒരു ബോംബായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ പണിയാൻ വേണ്ടിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതേപോലെ എന്തിലും നെഗറ്റീവ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ നമ്മളൊരു കല എന്ന് പറയുന്നൊരു കാര്യത്തെ ഞാൻ ഇത് വെച്ചിട്ട് നല്ല കേട്ടോ, പൊതുവെ ജനറലായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിൽ തിരിച്ചറിയപ്പെടുന്നത്. ഞാൻ ചെറുപ്പത്തിൽ നല്ലൊരു 10-25 വയസ്സ് വരെ കാലത്ത് എല്ലാ ആളുകളും നിഷ്കളങ്കരാണെന്നാണ് നല്ലതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട് കേസ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനത്തെ ന്യായീകരിക്കപ്പെടുമോ എന്നൊരു സംഗതി ഇവിടെ കിടക്കുന്നുണ്ട് കേസ്. ഞാൻ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്. ചില ആളുകൾ ഒരു ആർട്ടിസ്റ്റിന് എന്താ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പലരും കമൻറ്റ് ചെയ്യലുമുണ്ട്. വിഷു ആശംസകൾ എന്നിട്ടിടണത്തുള്ള ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ വിഷു എന്ന് പറയുന്നത് ഹിന്ദു മതക്കാരുടെ മാത്രം ഒരു ആചാരമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ചില ആളുകൾ എന്താ വെച്ചാൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ മാത്രമല്ല എല്ലാ ആളുകളുടേതാണ്. അപ്പോൾ എല്ലാ ആളുകളുടെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ ചെയ്തോട്ടെ, അതൊരു കലാപരമായൊരു സംഗതി കൂടിയല്ലേ, അവരുടെ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവരുടെ ബിസിനസ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മതത്തിൻ്റെ ഒരു ഇതിനെ ഉപയോഗിക്കുന്നു എന്നത് ഹിന്ദു മതത്തിലുള്ള ആളുകൾ ഒരു ക്രെഡിറ്റായിട്ടല്ല എടുക്കേണ്ടത്, നേട്ടമായിട്ടല്ല എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വരുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ട്, എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് മീൻ കഴിച്ചിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ എനിക്കറിയില്ല, ഞാനത് കേട്ടൊരു സംഭവമാണ്. ഇനി ഇത് വലിയ വിവാദമാക്കരുത്, ഞാൻ കേട്ടിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും പറയണതല്ല, ഞാൻ കേട്ടിട്ടുള്ളൊരു സംഗതിയാണിത്. ഇതേപോലെ തന്നെയുള്ള വേറൊരു സംഭവം എന്താ, അതായത് ഇപ്പോൾ അതേപോലെ തന്നെ പല ആളുകളും ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കറിയില്ല 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ വ്രതമൊന്നും എടുക്കാണ്ട് ചുമ്മാ പിക്നിക്ക് പോലെ പോണ ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
ചില ആളുകൾ എന്താ വെച്ചാൽ ഹാൻസ് പാൻപരാക്കും വീഡിയോ ഒക്കെ വലിച്ച് കുടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ശബരിമലയ്ക്ക് ട്രിപ്പ് വരെ പോകുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും മതപരമായ ഒരു സംഗതിയെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ റിയാലിറ്റീസ് ഇല്ലേ, ഇത് പബ്ലിക്കായിട്ട് പറയുന്നതാണോ പ്രശ്നം? അതുപോലെ ചില ആളുകൾ എന്താ പറയുക, ഇപ്പം ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഈ ശബരിമലയിൽ നിന്നുള്ള അരവണല്ലേ, ഇത് നോൺ വെജ് കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പാടുണ്ടോ? അല്ല, ചുമ്മാ എൻ്റെ ഒരു സംശയമാണ് കേസ്. അപ്പോൾ എനിക്കിത് ഇങ്ങനെയുള്ള കുറേ ചിന്തകളാണ് എനിക്ക് വന്നത്. മതത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെടാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ഇതെന്താ ഇപ്പോൾ ഇതിങ്ങനെ സംഭവം, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പേഴ്സണൽ വേഴ്സസ് പബ്ലിക് എന്ന് പറഞ്ഞ സാധനമുണ്ട് കേസ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ സംഗതികൾ എല്ലാം പബ്ലിക്കായിട്ട് നമുക്ക് പറയാനോ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റണമെന്നില്ല. അത് വലിയ വിഷയമാവും. നിയമം എന്നൊരു സംഗതിയിലുണ്ട്. അതുമാത്രമല്ല, എല്ലാ ആളുകളും ഒരേപോലെയല്ല ചിന്തിക്കുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ, ഓരോരുത്തരുടെ ലൈഫിൽ നോക്കിക്കാണുന്ന രീതികൾ, ഓരോരുത്തരുടെയും സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആളുകളില്ലേ നിരീശ്വരവാദികളാണ്. അപ്പോൾ ഈശ്വരനെതിരാണോ ഇരിക്കുന്നവർ? ഈശ്വരനെതിരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസമാണ്. ഈശ്വരമില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സങ്കല്പത മാത്രമാണത്, അങ്ങനെ ഒരാളില്ല, അങ്ങനൊരു സംഭവമില്ല, ശക്തിയില്ല എന്നൊക്കെ, അത് അവരൊരു വിശ്വാസമാണ്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈശ്വരനുണ്ട് എന്നുള്ളത് വേറെ ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസമല്ല. ആ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നമ്മൾ ഈശ്വരനില്ല, ദൈവമില്ല നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ റെസ്പെക്റ്റ് ചെയ്യാമെന്നൊരു സാധനം ഉണ്ടല്ലോ. രണ്ടും വിശ്വാസമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേസ്. എനിക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊരു കലാപരമായ സൃഷ്ടി എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ പ്രതികരിക്കുന്ന കുറേ ആളുകളുണ്ട്. മനഃപൂർവ്വം ഹിന്ദു മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി, ഹിന്ദു മതത്തെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സമൂഹത്തിലൊരു വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഇതിനെതിരെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന മതസ്ഥർക്കെതിരെ, ന്യൂനപക്ഷത്തിനെതിരെ ഒരു വലിയൊരു സമൂഹം ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട് കേസ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിനോട് പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയട്ടെ കേസ്, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രതികരിക്കും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ്. എന്തായാലും എല്ലാ മതങ്ങളെയും, എല്ലാ വിശ്വാസങ്ങളെയും, എല്ലാ വ്യക്തികളെയും അറിഞ്ഞുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഈ സമൂഹത്തിൽ കോഹാബിറ്റ് ചെയ്യാൻ, ഹാർമോണിയസായ ഒരു ലൈഫ് പോസിബിൾ ആവട്ടെ. എല്ലാവരെയും പരസ്പരം അറിയാനും നമ്മളെല്ലാം മനുഷ്യരാണെന്നുള്ളൊരു ഒരു പൊതുവായിട്ടുള്ള ഒരു തത്വത്തിലേക്ക്, ഒരു സത്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേസ്. അത്രയുള്ള കേസ്. അപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടോ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു സാധനമല്ല. എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ബൈ.